ഇന്ന് ഈ വീഡിയോ നിങ്ങൾ കാണാൻ തുടങ്ങിയത് വെറുമൊരു കൗതുകം കൊണ്ടല്ല എന്ന് എനിക്കറിയാം. കാരണം നിങ്ങളുടെ ഉള്ളിൽ എവിടെയോ ഒരു വലിയ മുറിവുണ്ട്. മറ്റുള്ളവർ നിങ്ങളുടെ ശരീരത്തെ നോക്കി, നിങ്ങളുടെ കുറവുകളെ നോക്കി വിളിച്ച പരിഹാസ വാക്കുകളുടെ മുറിവ്. വലിയൊരു സദസ്സിൽ വെച്ച് അല്ലെങ്കിൽ കൂട്ടുകാരുടെ ഇടയിൽ വെച്ച് പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ ശരീരത്തിൻ്റെ ആകൃതിയെക്കുറിച്ചോ ഉയരമില്ലായ്മയെക്കുറിച്ചോ നിറത്തെക്കുറിച്ചോ തലയിലെ മുടി കുറവായതിനെക്കുറിച്ചോ എന്തിനെക്കുറിച്ചായാലും ആരോ ഒരാൾ തമാശ രൂപേണ ഒരു കമൻ്റ് അടിച്ചിട്ടുണ്ടാകാം. ചുറ്റുമുള്ളവർ അത് കേട്ട് ചിരിച്ചപ്പോൾ ഉള്ളിൽ കരഞ്ഞുകൊണ്ട് പുറമേക്ക് ഒരു കള്ളച്ചിരി ചിരിക്കേണ്ടി വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഒരു കല്യാണ ആലോചന വരുമ്പോൾ, പെണ്ണു കാണാൻ പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നിങ്ങളുടെ കഴിവിനെയല്ല നിങ്ങളുടെ ശരീരത്തിൻ്റെ പെർഫെക്ഷനെയാണ് അവർ അളന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ? ഞാനിത് വെറുതെ പറയുന്നതല്ല സുഹൃത്തുക്കളെ. ഉയരം കുറവായതിൻ്റെ പേരിൽ ഒരാണിൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായ വിവാഹ കമ്പോളത്തിൽ പോലും മാറ്റി നിർത്തലുകൾ അനുഭവിച്ച ഒരാളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ നിന്ന് സംസാരിക്കുന്നത്. ആ സമയത്ത് മനസ്സ് തകർന്നു പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ജനിച്ചത് എന്ന് ദൈവത്തോട് ചോദിച്ചിട്ടുമുണ്ട്. നിങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന ഇതേ തളർച്ചയിലൂടെ കടന്നുപോയ ഒരാളാണ് ഞാനും. പക്ഷെ അവിടെ തീരുന്നില്ല ജീവിതം. നിങ്ങളുടെ മുന്നിൽ ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മളെ തളർത്തിയ അതേ ലോകത്തെ കൊണ്ട് നമുക്ക് കൈയടിപ്പിക്കാൻ പറ്റും. അത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമസ്കാരം സുഹൃത്തുക്കളെ, പോസിറ്റീവ് ടോക്സ് എന്ന നിങ്ങളുടെ സ്വന്തം ചാനലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമുക്ക് ലയണൽ മെസ്സി എന്ന ലോകം കണ്ട എക്കാലത്തെയും മികച്ച ഫുട്ബോളറുടെ ജീവിതത്തിലേക്ക് പോകാം. ഇന്ന് നമ്മൾ കാണുന്ന കോടീശ്വരനായ കിരീടങ്ങൾ ചൂടിയ മെസ്സിയെയല്ല ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. 11 വയസ്സുള്ള അർജന്റീനയിലെ ദരിദ്രമായ സാഹചര്യങ്ങളിൽ വളരുന്ന ഒരു കൊച്ചുബാലനെയാണ്. അവന് പന്തിനോട് അത്രമേൽ ഭ്രാന്തായിരുന്നു. പക്ഷേ വിധി അവന് നൽകിയത് ഗ്രോത്ത് ഹോർമോൺ ഡെഫിഷ്യൻസി എന്ന രോഗമാണ്. സമപ്രായക്കാരായ കുട്ടികൾ വളരുമ്പോൾ മെസ്സിയുടെ ശരീരം വളർച്ചയില്ലാതെ നിന്നു. ഇവന് ഉയരമില്ല, ഇവൻ്റെ എല്ലുകൾക്ക് ബലമില്ല, ഇവനെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല എന്ന് പറഞ്ഞ് സ്വന്തം നാട്ടിലെ ക്ലബ്ബുകൾ അവനെ തഴഞ്ഞു. ഒരു കളിയിൽ ആരെങ്കിലും വന്ന് തട്ടിയാൽ തെറിച്ചു വീഴുന്ന ഒരു പാവം പയ്യൻ. രോഗം മാറ്റാൻ ഓരോ ദിവസവും രാത്രിയിൽ സ്വന്തം കാലിലെ പേശികളിലേക്ക് വളരെ വേദനയോടെ അവൻ കുത്തിവെപ്പുകൾ എടുക്കുമായിരുന്നു. ആലോചിച്ചു നോക്കൂ, കളിക്കാനുള്ള അവൻ്റെ ആഗ്രഹം കൊണ്ട് ആ 11 വയസ്സുകാരൻ സ്വയം തൻ്റെ കാലിലേക്ക് സൂചി ഇറക്കി വെക്കുന്ന ആ ഒരു അവസ്ഥ. മാതാപിതാക്കൾക്ക് ചികിത്സാ ചെലവ് താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ പലരും അവനെ ഉപദേശിച്ചു, ഫുട്ബോൾ നിനക്കുള്ളതല്ല, നീ വേറെ വല്ല പണിക്കും പോടാ. പക്ഷേ മെസ്സി ആ പരിഹാസങ്ങളെയെല്ലാം കേട്ട് തൻ്റെ റൂമിൽ പോയിരുന്ന് കരഞ്ഞ് കരിയർ അവസാനിപ്പിച്ചില്ല. അവൻ ചിന്തിച്ചത് മറ്റൊന്നാണ്. ലോകം എൻ്റെ ഉയരക്കുറവിനെ ഒരു പോരായ്മയായി കാണുമ്പോൾ ഞാൻ ഇതിനെ എൻ്റെ ഏറ്റവും വലിയ പോസിറ്റീവാക്കി മാറ്റും. ഉയരം കുറവായതുകൊണ്ട് അവൻ്റെ ശരീരത്തിൻ്റെ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി നിലത്തൊട്ടടുത്തായിരുന്നു. അത് അവന് നൽകിയിരുന്ന അസാധ്യമായ ബാലൻസിംഗ് ആയിരുന്നു. 6 അടി ഉയരമുള്ള ഡിഫൻഡർമാർ തിരിയാൻ സമയമെടുക്കുമ്പോൾ ഉയരമില്ലാത്ത മെസ്സി മിന്നൽ വേഗത്തിൽ അവരുടെ ഇടയിലൂടെ പന്തുമായി വെട്ടിയൊഴിഞ്ഞു പോയി. ലോകം പരിഹസിച്ച ആ ഉയരക്കുറവാണ് പിന്നീട് ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും മാരകമായ ആയുധമായി മാറിയത്. അവനെ വേണ്ടെന്ന് വെച്ചവർക്ക് മുന്നിൽ അവൻ ലോകത്തിൻ്റെ രാജാവായി മാറി. സുഹൃത്തെ, ഇനി എന്നെ കേൾക്കുന്ന നിങ്ങളോട്, കേട്ട് തളർന്നുപോയ എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരോട് എനിക്ക് പറയാനുള്ളത്, നിരാശയുടെ ആ ഇരുട്ടിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ തിരിച്ചു വരാമെന്നാണ്. അതിന് 3 കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ കുറിച്ചിടുക. അംഗീകരിക്കുക, അക്സെപ്റ്റ് ആൻഡ് ഓൺ യുവർ ബോഡി. ആദ്യം നിങ്ങളുടെ ശരീരത്തെ സ്നേഹിക്കുക. നിങ്ങളുടെ ഉയരക്കുറവോ നിറക്കുറവോ കഷണ്ടിയോ എന്തോ ആവട്ടെ, നിങ്ങളുടെ തെറ്റല്ല, അത് പ്രകൃതി നിങ്ങൾക്ക് നൽകിയ സവിശേഷതയാണ്. ഞാൻ ഇങ്ങനെയാണ്, ഇതിൽ എനിക്ക് യാതൊരു അപകർഷതാബോധവുമില്ല എന്ന് നിങ്ങൾ ഉറപ്പിച്ചു പറയുന്ന നിമിഷം നിങ്ങളെ കളിയാക്കാൻ വരുന്നവൻ്റെ ആയുധത്തിൻ്റെ മൂർച്ച നഷ്ടപ്പെട്ടിട്ടുണ്ടാകും. നിങ്ങളുടെ കുറവുകളെ നിങ്ങൾ തന്നെ പരിഹസിക്കാൻ മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കരുത്. ശരീരത്തിനല്ല, കഴിവിനാണ് ഉയരം വേണ്ടത്. ഫോക്കസ് ഓൺ വാല്യൂ. നിങ്ങൾക്ക് സൗന്ദര്യം കുറവാണോ? നിങ്ങൾ നിങ്ങളുടെ വ്യക്തിത്വം കൊണ്ട്, നിങ്ങളുടെ അറിവ് കൊണ്ട്, നിങ്ങളുടെ ജോലിയിലെ മികവ് കൊണ്ട് നിങ്ങൾ മറ്റുള്ളവരെക്കാൾ ഒരു പടി മുന്നിലെത്തുക. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലെ പണത്തിനും, നിങ്ങൾ സമൂഹത്തിൽ നേടുന്ന വിജയത്തിനും, നിങ്ങളുടെ നല്ല പെരുമാറ്റത്തിനും, ഇവയ്ക്ക് മുന്നിൽ ഈ പറയുന്ന ശരീരഭംഗിയൊക്കെ വെറും പൂജ്യമായി മാറും. ലോകം നിങ്ങളുടെ രൂപത്തെയല്ല, നിങ്ങളുടെ മൂല്യത്തെയാണ് ബഹുമാനിക്കേണ്ടത്. വിജയത്തിലൂടെയുള്ള പ്രതികാരം, സൈലന്റ് റിവെഞ്ച്. നിങ്ങളെ മാറ്റി നിർത്തുന്നവരോട് തർക്കിക്കാൻ പോകരുത്. നിങ്ങളെ വേണ്ടെന്ന് വെച്ച പെൺകുട്ടിയോടോ അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയ കൂട്ടുകാരോടോ വഴക്കിടരുത്. പകരം നിങ്ങളുടെ വിജയം കൊണ്ട് അവർക്ക് മറുപടി നൽകുക. നിങ്ങളെ കഷണ്ടി എന്ന് വിളിച്ചവർ, നിങ്ങളെ ഉയരമില്ലാത്തവനെന്ന് വിളിച്ചവൻ, നിറമില്ലാത്തവനെന്ന് വിളിച്ചവർ, ഒരു ദിവസം നിങ്ങൾ
വലിയൊരു കാറിൽ അവരുടെ മുന്നിലൂടെ കടന്നു പോകുമ്പോൾ, അല്ലെങ്കിൽ ഒരു വലിയ വേദനയിൽ വെച്ച് നിങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ, ഒരു വേദിയിൽ വെച്ച് നിങ്ങൾ ആദരിക്കപ്പെടുമ്പോൾ അവർ നിങ്ങളെ നോക്കി നെടുവീർപ്പിടണം. അതാണ് യഥാർത്ഥ പ്രതികാരം. ഓർക്കുക സുഹൃത്തുക്കളെ, ഒരു സിംഹത്തിന് ആനയുടെ അത്ര വണ്ണമില്ല, ജിറാഫിൻ്റെ അത്ര ഉയരമില്ല, ചീറ്റപ്പുലിയുടെ അത്ര വേഗവുമില്ല. എന്നിട്ടും കാട്ടിലെ രാജാവാരാണ്? അത് സിംഹമാണ്. കാരണം സിംഹത്തിൻ്റെ മനസ്സിൻ്റെ ധൈര്യമാണ് അതിനെ രാജാവാക്കുന്നത്. നിങ്ങളുടെ മനസ്സിനെ ആ സിംഹത്തെ പോലെ മാറ്റുക. കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുമ്പോൾ ഇനി നിങ്ങളുടെ കുറവുകളല്ല നിങ്ങൾ കാണേണ്ടത്, മറിച്ച് ഇത്രയും പ്രതിസന്ധികളെ അതിജീവിച്ച് ഇവിടെ വരെ എത്തിയ നിങ്ങളുടെ ഉള്ളിലെ ആ പോരാളിയെയാണ്. നിങ്ങളെ കളിയാക്കുന്നവരുടെ മുന്നിൽ നിങ്ങൾ മെസ്സിയാവുക എന്ന് ഞാൻ പറയുമ്പോൾ അതിനർത്ഥം നിങ്ങൾ ഫുട്ബോൾ കളിക്കണം എന്നല്ല. നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ, നിങ്ങളുടെ ബിസിനസ്സിൽ, നിങ്ങളുടെ പഠനത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ മെസ്സിയെ പോലെ ഒന്നാമനാവുക എന്നാണ്. നിങ്ങളെ നോക്കി ചിരിച്ചവർ പിന്നീട് നിങ്ങളുടെ ഒപ്പം ഒരു സെൽഫി എടുക്കാൻ ക്യൂ നിൽക്കുന്ന ഒരു കാലം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ ആ നിരാശ മാറി പുതിയ ഒരു ഊർജ്ജം വന്നിട്ടുണ്ടെങ്കിൽ, ആത്മവിശ്വാസം നഷ്ടപ്പെട്ട് റൂമിൽ ഒതുങ്ങിക്കൂടിയിരുന്ന നിങ്ങളുടെ ആ ഒരു കൂട്ടുകാരനിലെ അവനിതൊന്ന് ഷെയർ ചെയ്യുക. നിങ്ങൾ കൊടുക്കാനുള്ളവരല്ല, ചരിത്രം തിരുത്തി കുറിക്കാൻ വന്നവരാണ്. നിങ്ങളുടെ അനുഭവങ്ങളും ചിന്തകളും താഴെ കമൻറ്റിൽ രേഖപ്പെടുത്തൂ. പോസിറ്റീവ് ടോക്സ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചെയ്യുക. നിങ്ങളുടെ സ്വന്തം സുഹൃത്ത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.